ഹലോ ഗായ്സ്, എല്ലാവർക്കും സി മൊമെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ എണീച്ച് എന്നെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന്, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ എണീക്കാനൊക്കെ കുറച്ച് വൈകി, അതാണ് ഈ കോലത്തിൽ. പിന്നെ ഇപ്പോൾ ഒരു ഹോം ടൂർ കാണിക്കാനാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ വീട് ഒക്കെ ഒന്ന് കാണിക്കാനായിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ജമന്തി ഇഷ്ടം പോലെ ഉണ്ട്. ജമന്തി എന്നാണ് ഞങ്ങളുടെ തണ്ടി പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ അവിടെ ജമന്തി എന്നാണ് പറയുന്നത്. പിന്നെ മുരിങ്ങയില, അത് എൻ്റെ അമ്മയുടെ ഒരു കൃഷിയായിട്ടാണ് മുരിങ്ങയില. അമ്മ നട്ടാണ്. ഇപ്പോൾ വലിയ മരമൊക്കെ ഈ കറി വയ്ക്കും. പിന്നെ കോവയ്ക്കാണ് മരത്തിനകത്ത് വരുന്നില്ല, ഇതൊക്കെ നമ്മുടെ കൃഷിയാണ് കേട്ടോ. ഇതിന് വലിയ കോവയ്ക്ക വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. ഇത് തുരുത്താണ്. ഇതും ആടും ഒക്കെ ഉള്ളതാണ്. പശു ഉണ്ടായിരുന്നു, അതിനെ ഇപ്പോൾ കൊടുത്തു. ആ തുരുത്ത് ഇപ്പോഴും ഇപ്പോൾ ഉണ്ട്. അത് ബ്ലാക്ക് ലാബാണ്, ജാക്കി. പിന്നെ പൂപ്പു, നാടിൻ്റെ ഇത് ചിന്നുമണി. ഇത് ഞങ്ങളുടെ ചേച്ചിയാട്ടോ. ഈ ഫോട്ടോ എല്ലാവരും ചെയ്യുന്നത് ഞാനാണോ ഓക്കെ. ഇത് അച്ഛൻ്റെ മുറിയായിരുന്നു. അച്ഛൻ്റെ മുറി ഭയങ്കര താഴെപ്പൊടിയുള്ള വാരി ഇട്ടേക്കായിരുന്നു. അതൊക്കെ കുറച്ച് മാറ്റി അവിടെ വൃത്തിയാക്കണം. ഇത് അമ്മയുടെ മുറി. ഇവിടെന്ന് പറയാൻ പറ്റുന്നില്ല, അവരുടെ മുറിയാണ്. അവിടെ മെഷീന് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി പലിച്ചിട്ടേക്കാണ്. അതാണ് ഇപ്പം എനിക്ക് ഹോം ടൂർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒതുക്കിയൊക്കെ പറക്കണമല്ലോ. പിന്നെ ഒക്കെ ഉള്ളു. ഹോസ്റ്റലിൽ പോയതുകൊണ്ടാണ് ഗൈസ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഉണ്ടാക്കിയ കലണ്ടറായിട്ടൊക്കെ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചുമ്മായിരുന്നപ്പോൾ ഉണ്ടാക്കാൻ. പക്ഷേ ഒരു കുഞ്ഞു യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ടുവരുന്നതാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളൊരു പറയണം കേട്ടോ. ഞാൻ വേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി, എൻ്റെ പേപ്പർ കപ്പ് വെച്ച് എങ്ങനെ ഒന്ന് ഹോസ്റ്റലിൽ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൊണ്ടുവന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് പോകണം. ഇങ്ങനെയല്ല, താഴെ ഇങ്ങനെ ഇരിക്കുമ്പം തുറക്കത്തില്ല, അതാണ്. ഓക്കെ. കുറച്ച് ദിവസം ഇങ്ങോട്ട് വീട്ടിടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വയ്യാത്തതുകൊണ്ടൊക്കെയാണ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടെത്തുന്നുണ്ട്. എനിക്കത് എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കി അന്ന് അതിലിങ്ങനെ ചെയ്ത് വെച്ചിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കുറേ നേരം ഇങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ സ്കൂളിൽ പോയി. അച്ഛന് വയ്യാത്തതിന് അച്ഛൻ ഇവിടെ ഉണ്ട്, അമ്മയുണ്ട്. എല്ലാവരും എന്താ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളും കൂടെ സഹായിച്ചാലേ എനിക്ക് ഒരു നിലയിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. ഇതാണ് എൻ്റെ മുറി എന്ന് പറയാം. ഇതാണ് എൻ്റെ കലാപരിപാടി. ഞാൻ തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. തീപ്പെട്ടിയുടെ പെട്ടി അത് എനിക്ക് ഒരു അലമാര ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ കണ്ടിട്ട്. പ്ലസ് ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. കണ്ടോ, ചക്കക്കുരു, എൻ്റെ ആമയ്ക്ക, കപ്പയ്ക്ക എന്നൊക്കെ പറയും. പിന്നെ പച്ചക്കറി. അമ്മ ഇച്ചിരിയൊക്കെ ആയിട്ട് വെക്കത്തുള്ളൂ. പിന്നെ ഉരുന്ന് പീസറി കിട്ടുന്നില്ല. വന്നപ്പം വെള്ളമൊക്കെ വെച്ച് എപ്പോഴും വെള്ളമൊക്കെ വെക്കുക. ഇപ്പം അതിൻ്റെ ഓരോ ഫ്രിഡ്ജിനാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പറ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീടാണ്. അപ്പം വീടും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിട്ട് തന്നെ എഴുത്തില്ല. അത് വീടുണ്ടായിരുന്നു, ഹാളുണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞാണ്. അവിടെ കിണറിൻ്റെ കോലം നോക്കി കഴിച്ചിങ്ങനെ. ആ വലയുണ്ടല്ലോ, അത് മൊത്തം ചുറ്റിയതായിരുന്നു. ഇപ്പോൾ അത് കിണറായി. ഓട്ടയാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ്റെ. ഞങ്ങളുടെ ഓട്ടയെന്ന് തന്നെ പറയാം. പക്ഷേ അതിന് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പൈസ കിട്ടും. അപ്പം വേണം. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം വെച്ചു, ഈ ചുമന്ന കണ്ടോ, ഇതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. എന്നിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുമ്പം ചോര കളർ വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അറിയില്ല സാറേ. ഹൈ എനിക്ക് ഇഷ്ടമാണ്, അതെനിക്ക് ഇഷ്ടമൊക്കെ. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ എഴുതിയിട്ടുണ്ടല്ലോ എൻ്റെ നാട്ടും കൂടി എന്നൊക്കെ പറയും, അത് ആടൊക്കെ ഉണ്ടായിരുന്നു, അതിന് കൊടുത്തു. അയ്യ ഇവിടെ കൈ കഴിയാണ് അച്ചാറൊക്കെ അത് കഴിയുന്നതാണ്. ഇത് നമ്മുടെ ബാത്റൂമാണ്. അടുക്കള വഴി എൻ്റെ ചെരുവൊക്കെ കിടക്കുന്നുണ്ട്. അടുത്തുള്ള ഒരു ഇടവഴി വഴി എന്ന് പറയാം. അത് ഇപ്പം തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് നേരെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുക്കള ഈ പൂവുണ്ട്, ഈ പാൽപ്പൂ. ഈ പാൽപ്പൂ ഒരു ദിവസം പോലും പൂക്കാത്ത ഒരു പൂ പോലും എന്നും പൂത്തിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഇത്രയുള്ള വീഡിയോ നടത്തണമെന്ന് എനിക്ക് ചെയ്യാറില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് ഗംഭീരമായിട്ടുള്ള വീഡിയോ